ഇനി നമ്മൾ അറിയേണ്ടത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളെക്കുറിച്ചാണ്. കാരണം ഇന്ത്യൻ ഭരണഘടന മുഴുവനായി മനസ്സിലാക്കിയിരിക്കുക അത്ര ഈസിയുള്ള കാര്യമല്ല. പക്ഷേ നമ്മളെ ഡയറക്റ്റ് ബാധിക്കുന്ന കുറേയധികം കാര്യങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് പരീക്ഷയ്ക്ക് ചോദ്യത്തിൽ ചോദിക്കും എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഇന്ത്യൻ സിറ്റിസണിൻ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നതും വളരെയധികം നല്ലതാണ്. അതിലേറ്റവും ആദ്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഭാഗം. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 3-ാം ഭാഗത്തിലെ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ഭാഗത്താണ് ഒരു ഇന്ത്യൻ സിറ്റിസണിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തെ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മാഗ്ന കാർട്ട എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിനെ നമ്മൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കും എന്ന് പറഞ്ഞു. എന്താണ് ഈ മാഗ്ന കാർട്ട? 1215 ഇംഗ്ലണ്ടിൽ ഭരിച്ചിരുന്ന കിങ് ജോൺ ഇഷ്യൂ ചെയ്ത ഒരു ഡോക്യുമെൻ്റാണ് ഈ മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. ശരിക്ക് ആ രാജ്യത്തെ സിറ്റിസൺസിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് അദ്ദേഹം പുറപ്പെടുവിച്ച ഒരു ഡോക്യുമെൻ്റാണ് മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ഇത് ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റുകളെക്കുറിച്ചുള്ള സിറ്റിസൺസിൻ്റെ അവകാശങ്ങളെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്റ് എഴുതപ്പെട്ടത്. അതിനെയാണ് നമ്മൾ മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ആ ഫണ്ടമെൻ്റൽ റൈറ്റുകൾ ഏതെല്ലാമാണെന്ന് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കണം. 6 ഫണ്ടമെൻ്റൽ റൈറ്റുകളാണ് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, റൈറ്റ് ടു ഈക്വാലിറ്റി. അത് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. 2, റൈറ്റ് ടു ഫ്രീഡം. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയുള്ള ഭാഗത്താണ് അത് പ്രതിപാദിച്ചിരിക്കുന്നത്. പിന്നെ റൈറ്റ് എഗനിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ആർട്ടിക്കിൾ 23, 24 ഇവയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് റൈറ്റ് എഗനിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്നാണ്. അടുത്തത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. അത് 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിളിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ് അടുത്തത്. അത് ആർട്ടിക്കിൾ 29-ലും 30-ലുമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. പിന്നെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, നമുക്കെല്ലാത്തിനും പരിഹാരം കണ്ടെത്താനുള്ള വഴികളും ഇതിലെഴുതി വച്ചിട്ടുണ്ട്. അത് ആർട്ടിക്കിൾ 32 മുതൽ 35 വരെയുള്ള ഭാഗങ്ങളിൽ. ഇങ്ങനെ 6 ഫണ്ടമെൻ്റൽ റൈറ്റുകളാണ് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഈ ഫണ്ടമെൻ്റൽ റൈറ്റുകളിൽ ആർട്ടിക്കിൾ 12, 13, 31 ഫണ്ടമെൻ്റൽ റൈറ്റുകളിൽ ആർട്ടിക്കിൾ 12, ആർട്ടിക്കിൾ 13, ആർട്ടിക്കിൾ 31. ഇതിൽ ആർട്ടിക്കിൾ 12 പറയുന്നത് ഒരു സ്റ്റേറ്റ് എന്താണെന്നുള്ള ഡെഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത്. ഡെഫിനിഷൻ ഓഫ് എ സ്റ്റേറ്റ്, അതായത് നമ്മുടെ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ. എന്താണ് ഇന്ത്യ? ലോസ് ദാറ്റ് ആർ ഇൻകൺസിസ്റ്റൻ്റ് വിത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 13 പറയുന്നത്. ആർട്ടിക്കിൾ 31 പറയുന്നത് റൈറ്റ് ടു പ്രോപ്പർട്ടിയാണ്. ഇത് പിന്നെ നമ്മൾ 44th അമെൻഡ്മെൻറ്റ് നടത്തിയപ്പോൾ 78 അത് റിമൂവ് ചെയ്ത് കളഞ്ഞു. റൈറ്റ് ടു പ്രോപ്പർട്ടി.